അയാൾക്കില്ലാത്ത അവകാശം പിന്നെ അതുമാത്രമാണ് എന്നും അയാൾക്ക് അയാളുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യമുള്ളപ്പോൾ മുസ്ലിം സമൂഹത്തിൽ വന്ന് അയാൾ പിന്നീട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മറ്റേ സമൂഹത്തിലേക്ക് പോവുക എന്നാണ് അർത്ഥമെന്നും അത് മതപരിത്യാഗം എന്നതിനേക്കാൾ അധികം രാജ്യദ്രോഹമാണ് എന്നുമുള്ള അടിസ്ഥാനമാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാക്കൂബ്. ഖുർആൻ്റെ അവതരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദിൻ്റെ അടുത്ത്. അതായത് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയത് എവിടെ? ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായിട്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഖുർആനായത്തിറങ്ങിയത് എന്ന് അറിയാം. അത് കഴിഞ്ഞ് ഈ നീണ്ട 23 വർഷങ്ങൾക്കുള്ളിൽ 6600 ആയത്തുകൾ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ഇറങ്ങിയതെന്നും അറിയാം. അപ്പോൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഈ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പം ഇത്രയും വലിയൊരു നേതാവ് മിക്കവാറും ജനക്കൂട്ടത്തിനിടയിലായിരിക്കണം സാധാരണ അധിക സമയവും ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ തന്നെയും വീട്ടിൽ പോയാൽ ഭാര്യമാരുടെ കൂടെ ആണല്ലോ. അപ്പോൾ ഈ വഹയ് ഇറങ്ങിയത് ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാളും തന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്ന് പറയുന്നു. അത് ശരിയാണോ എന്ന് സംശയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് അതിന് കാരണം എന്നാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഭാര്യമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത്. ആ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ പ്രവാചകന് പ്രകടമായ മാറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ശ്രദ്ധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ഭാര്യമാരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വഹിയ് അദ്ദേഹത്തിന് റസൂലുള്ളാഹിക്ക് മാത്രം അനുഭവവേദ്യമായിരുന്ന സംഗതിയാണ്. അത് മറ്റാർക്കും അനുഭവവേദ്യമാകാത്ത സംഗതിയാണ്. എന്നാൽ ആ സമയത്ത് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ്റെ വ്യക്തിത്വത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ അനുഭവിച്ചിരുന്നു. വിയർക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ വലിയ ഭാരം അനുഭവപ്പെടുന്നതായി സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ. അതല്ലാതെ പ്രവാചകൻ അല്ലാതെ മറ്റാരും തന്നെ വഹി കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വരികയും സഹാബത്തിന് കൂടി പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ വഹിയായി തന്നെ, അതും വഹി തന്നെയാണ്, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. അത് സഹാബിമാർ കേട്ടിരുന്നു. എന്നല്ലാതെ റസൂലുള്ളാഹിക്ക് ലഭിച്ച വഹിയൊന്നും തന്നെ സഹാബിമാരോ മറ്റുള്ളവരോ കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അക്ബർ സാറ് നാട്ടിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണം നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ചർച്ചയ്ക്ക് പലപ്പോഴും ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകനെക്കുറിച്ചുള്ള വിഷയം തന്നെയാണ്. പ്രവാചകൻ ഒരു സാധാ അറബി പയ്യനായിരുന്നു 40 വയസ്സ് വരെ. എന്നാൽ നുബുവത്തിൻ്റെ സമയം വരെ പ്രവാചകൻ ഒരു സാധാ അറബി പയ്യനായിരുന്നു എന്നൊരു വിഷയമാണത്. ആ വിഷയ സംബന്ധമായി അക്ബർ സാറ് ഉദ്ദേശിച്ചതും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പൊതുസമൂഹത്തെ മനസ്സിലാക്കാൻ നമ്മളൊക്കെ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാലും പലപ്പോഴും അത് തെറ്റിദ്ധാരണ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അതായത് ഈ വിഷയം പലപ്പോഴും ഈ പ്രവാചകൻ ബുദ്ധമതത്തെക്കുറിച്ച് അക്ബർ സാർ പ്രസംഗത്ത് പറഞ്ഞു. ബുദ്ധൻ്റെ അടുത്ത് ആരാണ് ദൈവമെന്ന് ചോദിച്ച, ദൈവമുണ്ടോ എന്താണ് എന്ന് വിഷയത്തെ ചോദിച്ച സമയത്തൊക്കെ ബുദ്ധൻ മറുപടി പറഞ്ഞിരുന്നത് ദൈവം ഉണ്ടാവാം, ചിലപ്പോൾ സ്വർഗവും ഉണ്ടാവാം, നരകവും ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അത് നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവർക്ക് നരകം ലഭിക്കും എന്ന അർത്ഥത്തിലായിരുന്നു പറഞ്ഞത്. ആ ബുദ്ധനെ പോലും പിന്നീട് ബുദ്ധ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്ന വലിയൊരു തമാശയിൽ ഇന്ന് ലോകമുള്ളത്. അതുകൊണ്ട് പ്രവാചകനെയും ആ ഒരു തരത്തിൽ മനുഷ്യ ദൈവമായും അതേപോലെ അമാനുഷികതയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അക്ബർ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ചില ആളുകൾ പറയുന്നു അങ്ങനെ വരുമ്പോഴും ചില ആളുകൾ പ്രവാചകൻ്റെ ജന്മസമയത്ത് ചന്ദ്രൻ പിളർന്നു എന്നുൾപ്പെടെയുള്ള, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സാധാ അറബി പയ്യനാവുക എന്നൊരു ചോദ്യം അവിടെ പറഞ്ഞപ്പോഴും അത് വാറോലയായി നമ്മൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ബുഖാരിയിലെ ഒരു ഹദീസ് പ്രകാരം
പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്ന മഹാത്ഭുതം സംഭവിച്ചത് എന്നത് ബുഹാരിയിലെ ഹദീസുണ്ട്. അതുകൊണ്ട് അക്ബർ പറഞ്ഞത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ ഒരു ചർച്ച കേട്ടു. എന്താണ് ബഹുമാന്യനായ അക്ബർ സാറിന് ഈ വിഷയ സംബന്ധമായി ഈ ഹദീസിനെ കുറിച്ചും ഈ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണോ ഈ ഇസ്രാ മിറാജ് ഉണ്ടായി എന്നുള്ളതും ഈ ഹദീസ് ദഈഫാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അക്ബർ സാർ വ്യക്തമായി വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബി പയ്യനാണോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ശരിക്ക് ഇത്തരം പൊതുവേദികളിൽ മറുപടി പറയേണ്ടതില്ല. പക്ഷേ വിഷയം പഠിക്കേണ്ടതായതുകൊണ്ട്, മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് മാത്രം മറുപടി പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ 40 വയസ്സ് വരെ അള്ളാഹു പ്രവാചകനാക്കാൻ വേണ്ടി തന്നെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വളർത്തിക്കൊണ്ടുവന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. 40 വയസ്സിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സവിശേഷതയുമില്ല എന്നല്ല പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക. പ്രവാചകൻ്റെ ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായതായി സ്വഹീഹായ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ്റെ നെഞ്ചകം പിളർക്കപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കുകയുമെല്ലാം ചെയ്ത, മലക്കുകൾ വന്ന് ശുദ്ധീകരിക്കുകയെല്ലാം ചെയ്ത സംഭവമുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ, ബഹീറയെപ്പോലെയുള്ള മറ്റു പുരോഹിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടാൻ പോകുന്ന പ്രവാചകനാണ് എന്ന രൂപത്തിൽ പറഞ്ഞതായും ഉള്ള സൂചനകളുണ്ട്. ഇവിടെ പ്രവാചകൻ സാധാരണ അറബി പയ്യനാകുന്നത് ആർക്കാണ്? ആ സന്ദർഭം എന്താണ്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയെങ്കിലും വ്യക്തിപരമായി തേജോവധം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അയാൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തെ വഴിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉദ്ധരിച്ചാൽ എന്തും നമുക്ക് എളുപ്പം പറയാൻ കഴിഞ്ഞേക്കും. ഒരു ക്രൈസ്തവ പുരോഹിതൻ, പണ്ഡിതൻ, അദ്ദേഹം വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മന്ത്രവാദിയായിരുന്നു എന്നാണ്. അദ്ദേഹം പല മന്ത്രവിദ്യകളും ചെയ്തിരുന്നു, ചില പൈശാചികമായ ചില കഴിവുകളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് വാദിക്കുന്നത്. ഈ വാദത്തിന് മറുപടി പറയുമ്പോൾ ആ വാദത്തിന് ഉപോത്ബലകമായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ്. അഥവാ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മജീഷ്യനാണ്, മാന്ത്രികനാണ് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാരണക്കാരനാണ് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിയാണ് എന്ന്. ഇങ്ങനെ മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുമ്പോൾ ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ പണ്ഡിതൻ ഇസ്ലാമിനെതിരെ വാദിക്കുന്നത് മുഹമ്മദ് നബി ഒരു മാന്ത്രികനായിരുന്നു, അദ്ദേഹം ഒരു പൈശാചിക ബാധയുള്ളയാളായിരുന്നു, അദ്ദേഹം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞയാളായിരുന്നു എന്ന്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനായിരുന്നു. ആർക്ക്? അറബികൾക്ക്, ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ കണ്ട പ്രവാചകനുണ്ട്, അവർക്ക് അദ്ദേഹത്തിൽ വ്യത്യാസങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മുഹമ്മദിനെ അവർ അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്തത്. 40 വയസ്സായതിനു ശേഷം അവർക്ക് വിരോധമുള്ള ആശയങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം അവർ പറഞ്ഞു മാരണക്കാരനാണ്, മാന്ത്രികനാണ്, കവിയാണ് എന്നെല്ലാം അവർ പറഞ്ഞത് 40 വയസ്സിന് ശേഷമാണ്. 40 വയസ്സ് വരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ മാത്രമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മൾ ഈ വാദത്തിനെതിരെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ ബാക്കി എല്ലാ ഭാഗങ്ങളും എടുത്ത് വെട്ടിമാറ്റി ഈ 40 വയസ്സ് വരെ മുഹമ്മദ് നബി
ഒരു അറബി പയ്യനായിരുന്നു, ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ചില സുഹൃത്തുക്കൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതലേ അള്ളാഹു നുബുവ്വത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരികയും 40-ാം വയസ്സിൽ നുബുവത്ത് നൽകുകയും ചെയ്ത മഹാപുരുഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കുന്നവനാണ് മുസ്ലിം. അവന് പ്രവാചകൻ്റെ നുബുവത്തിന് മുൻപുണ്ടായ സംഭവങ്ങളെയോ ശേഷമുണ്ടായ സംഭവങ്ങളെയോ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇസ്രാ മിഅ്റാജ് നുബുവത്തിന് മുമ്പേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് നുബുവത്തിന് ശേഷം തന്നെയാണ്. നുബുവത്തിന് ശേഷമാണ് മക്കയിൽ വെച്ചാണ് ഇസ്രാ മിഅ്റാജും ഉണ്ടാകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് ഇസ്രാ ഉണ്ടാകുന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സന്ദർഭത്തിൽ ഇസ്രാ ഉണ്ടാവുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇതും കൂടി വെച്ച് ഇതൊരു ഇപ്പോൾ പലതും പറഞ്ഞിരുന്നു മുഹമ്മദ് ഇപ്പോൾ ഇത്തരം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വന്നു എന്നും ആകാശലോകത്ത് സന്ദർശിച്ചു എന്നെല്ലാം ഉള്ള വാദങ്ങൾ വരെ മുഹമ്മദ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈസൈസ് മുഹമ്മദിലാണോ വിശ്വസിക്കുന്നത് എന്ന രൂപത്തിൽ മക്കാ മുശ്രിക്കുകൾ പ്രചരിപ്പിക്കുകയും അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്ന് പ്രതികരിക്കുകയും എല്ലാം ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അത് സംഭവിച്ചതും നുബുവത്തിന് ശേഷം തന്നെയാണ്. ആ ഇസ്രാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂറത്തുൽ ഇസ്രാ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് നുബുവത്തിന് മുൻപല്ല, നുബുവത്തിന് ശേഷം തന്നെയാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് മുമ്പ് ഒരു സവിശേഷതയുമില്ല എന്നല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ച് ആ സവിശേഷതകൾ പ്രവാചകനടക്കം തിരിച്ചറിയാനും സമൂഹത്തിന് കൃത്യമായി മനസ്സിലാകാനും ആരംഭിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം ഹോൾ നമ്പർ 1. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനീസ് എന്നാണ്. എൻ്റെ ഒരു ചോദ്യം, ഈ ചോദ്യം ഓൾറെഡി സാക്കിർ നായിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ച ചോദ്യമാണ്. വ്യക്തമായൊരു ഉത്തരം അവർക്കൊന്നും അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് തോന്നിയില്ല ഉത്തരം. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ മറ്റു മതങ്ങൾക്ക് അവരുടെ പരിവർത്തനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ചാൻസ് നൽകുന്നില്ല? ഇസ്ലാമിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ അങ്ങനെ ചെയ്യാതിരിക്കാൻ? സൗദി അറേബ്യയിൽ എന്തുകൊണ്ടാണ് മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ മതപ്രബോധനത്തിന് അവസരം കൊടുക്കാത്തത് എന്നാണ് ചോദ്യം. സൗദി അറേബ്യ എന്നല്ല, ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാർക്കാണ് അവകാശം ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണത്. നമ്മൾക്ക് പലപ്പോഴും അറബ് നാടുകളിലെല്ലാം നമുക്ക് തന്നിട്ടുള്ള തുറന്ന അനുവാദങ്ങളും അവസരങ്ങളും നമ്മൾക്കങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു അവസരം എന്നുള്ളതൊരു അവകാശമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇതുപോലത്തെ ഭരണാധികാരികളുടെ ഔദാര്യമാണെന്നുള്ളതാണ് വസ്തുത. ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മതപ്രബോധനം എന്ന് പറഞ്ഞാൽ ഏത് അവകാശമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് മതപ്രബോധനത്തിന് തുറന്ന അവകാശമുള്ളൊരു നാടാണ്. എന്നാൽ UAE-യിൽ നിന്ന് ഒരാൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് മതപ്രബോധനം നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റില്ല. നടത്തണമെങ്കിൽ ആ രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വേണം. അതിനുള്ള പ്രത്യേകമായ ലൈസൻസും സർട്ടിഫിക്കറ്റും ഉണ്ടാക്കേണ്ടതുണ്ട്. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാർക്കാണ് മതപ്രചരണത്തിനും മതപ്രബോധനത്തിനും എന്നല്ല ഏത് അവകാശം ഉണ്ടാവുക. മറ്റേത് ഔദാര്യമാണ്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കിട്ടുന്നത് ഔദാര്യമാണ്. പൗരന്മാർക്കാണ് അവകാശം ഉണ്ടാകുക. സൗദി അറേബ്യയിൽ 100% മുസ്ലിങ്ങൾ ആണ്. അവർക്ക് ആ മുസ്ലിങ്ങളുള്ള സൗദി അറേബ്യയിൽ അവർക്കാണ് അവരുടെ നിയമം നിർമ്മിക്കുവാനും ഏതൊരു സാമൂഹ്യാവസ്ഥയാണ് നിലനിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനുമുള്ള അവകാശം. അവരെ സംബന്ധിച്ചിടത്തോളം ആദർശ പ്രബോധനത്തിൻ്റെ പേരിൽ ലോകത്തെങ്ങും മറ്റ് മതപ്രബോധകന്മാർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇന്ന് ലോകത്തിന് കൃത്യമായിട്ടറിയാം. ഇപ്പം ഇന്ത്യയിൽ എന്നല്ല, മുസ്ലിം ലോകത്ത് തന്നെ മതപ്രചരണത്തിൻ്റെ പേരിൽ ചെയ്യുന്നത് മുസ്ലിം യുവാക്കളെ വഴിതെറ്റിച്ച് മതവിരുദ്ധരാക്കി മാറ്റാനും അങ്ങനെ ലഹരിയിലേക്കും മറ്റ് സ്ത്രീകളിലേക്കുമെല്ലാം പറഞ്ഞയക്കാനും അങ്ങനെ പറഞ്ഞയച്ചിട്ട്
അവിടെ നിന്നുണ്ടാകുന്ന മനസ്സംഘർഷത്തിന് പരിഹാരമായി ക്രിസ്തുവിൻ്റെ സ്നേഹോപദേശങ്ങളും മറ്റുമെല്ലാം വളരെ സമർത്ഥമായി കൊടുക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ് ലോകവ്യാപകമായി മതപ്രചരണം എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ സർക്കാർ ചിലപ്പോൾ തീരുമാനിച്ചതാകാം ആ രൂപത്തിലുള്ള മതപ്രചാരണം ഇവിടെ അനുവദിക്കേണ്ടതില്ല എന്ന്. തീർച്ചയായും ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിലെ പൗരന്മാർക്കാണ് അവകാശം എന്നുള്ള നിലക്ക് തന്നെ ആ നാട്ടിൽ ഒരു അമുസ്ലിം പൗരനുമില്ലാത്ത സ്ഥിതിക്ക് അത്തരമൊരു അവകാശം അപ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഹോൾ നമ്പർ 2 എന്നാണ്. ഓക്കെ. പ്രവാചകന്റെ ഭരണകാലത്ത് തൻ്റെ രാജ്യത്ത് ജീവിച്ച അമുസ്ലിങ്ങളിൽ നിന്ന് മാത്രമായി നികുതി പണം പിരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ നികുതി പണം പിരിച്ചതായും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഇത് നീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമായി നികുതി പണം സ്വീകരിച്ചു, മുസ്ലിങ്ങളിൽ നിന്ന് നികുതി സ്വീകരിച്ചില്ല. അത് നീതിയാണോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ എന്താണ് ഈ നികുതി എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഉടലെടുക്കുന്നത്. ആ മുസ്ലിങ്ങൾ കൊടുത്തിരുന്ന, ദിമ്മികൾ കൊടുത്തിരുന്ന നികുതിയുടെ പേര് ജിസിയ എന്നാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ജിസിയ? ഞാൻ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരു അമുസ്ലിം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ അയാൾ സൈനിക സേവനം നടത്തേണ്ടതില്ല. അയാൾ സൈനിക സേവനം നടത്താതിരിക്കുകയും രാഷ്ട്രത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വവും അയാൾ നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു നികുതിയാണ് എന്ത്? ജിസിയ. ആ ജിസിയ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ, ഇസ്ലാമിക രാഷ്ട്ര സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സന്തുലനവുമായി ബന്ധമുണ്ട്. മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നിർബന്ധമായും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ സക്കാത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പൊതുഖജനാവിലേക്കാണ് പോവുക. ആ പൊതുഖജനാവിൽ നിന്ന് രാഷ്ട്ര പുനർനിർമ്മിതിക്കാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. അവിടുത്തെ പാവപ്പെട്ടവനെ പുനരധിവസിപ്പിക്കാനും, നേരത്തെ പറഞ്ഞ രൂപത്തിൽ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും ആണ് ഫീ സബീലില്ലാഹ് എന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും എല്ലാം മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ച സക്കാത്ത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ആ മുസ്ലിങ്ങളോട് സക്കാത്ത് പിരിക്കാൻ നിർവാഹമില്ല. അത് ഒരു മതപരമായ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് തന്നെ, അതൊരു ഇബാദത്താണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് പിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം അനുഭവപ്പെടുകയും അതേസമയം ആ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാതിരിക്കുകയും യുദ്ധത്തിന് ഒരിക്കലും നിർബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണ നികുതിയാണ് ജിസിയ. ആ ജിസിയ എപ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ സാധ്യമല്ല എന്ന അവസ്ഥ സംജാതമാകുന്നുവോ അപ്പോൾ തിരിച്ചു കൊടുത്ത സന്ദർഭങ്ങൾ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം കാലത്ത്. അഥവാ ജിസിയ വാങ്ങുകയും എന്നാൽ മറ്റു രാഷ്ട്രങ്ങളുമായി യുദ്ധം പൊട്ടുകയും ആ യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് ചിലപ്പോൾ തങ്ങളുടെ രാജ്യത്തുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ജിസിയ തിരിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെല്ലാം ചില സമൂഹങ്ങൾ ജിസിയ ഞങ്ങൾ നൽകുന്നില്ല, പകരം സക്കാത്ത് നൽകാം എന്ന് പറഞ്ഞപ്പോൾ സക്കാത്തിൻ്റെ തുകക്ക് തുല്യമായ തുക അവരിലെ സംഭരണിയിൽ നിന്ന് വാങ്ങിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സക്കാത്ത് എപ്പോഴും ജിസിയേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായി അനുഭവിക്കുന്ന, എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ യുദ്ധത്തിന് നിർബന്ധിക്കപ്പെടാത്ത ആളുകൾക്ക് അവർക്ക് രാഷ്ട്രം നൽകുന്ന സംരക്ഷണത്തിനുള്ള നികുതിയാണ് ജിസിയ. അതൊരിക്കലും തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല, മുസ്ലിങ്ങളോട് വാങ്ങേണ്ടതില്ല. കാരണം മുസ്ലിങ്ങൾ എപ്പോഴും പടയാളികളാണ്, അതോടൊപ്പം തന്നെ സക്കാത്ത് നൽകുന്നവരുമാണ്. ഹോൾ നമ്പർ 1 ചോദ്യം പോവുകയാണ്. അക്ബർ സാഹിബ്, എൻ്റെ ചോദ്യം എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഇതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം ഒരു ഡിസ്കവറി ചാനൽ വന്ന ഒരു ഡോക്യുമെൻ്ററിയുമായി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിൽ ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ കഥയായിരുന്നു അത്.
സ്റ്റോറായിരുന്നു. അപ്പോൾ അതിൽ അവർ ജീവിക്കുന്നത് ആ മരത്തിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും തേനുകളും ആ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതുമാത്രം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പുറം ലോകവുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചോ ഏതാണ് സത്യമെന്നോ അല്ലെങ്കിൽ ഏതാണ് എൻ്റെ ധർമ്മമെന്നോ അറിയാതെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചത്, ഇങ്ങനെയുള്ളവരുടെ വിധി നാളെ എന്തായിരിക്കും? കാരണം ഖുർആനും ഹദീസും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, ഒരു സത്യവിശ്വാസി അവൻ ഈമാനിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന് മാത്രമേ ശാശ്വതമായ വിജയമുള്ളൂ എന്ന്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല മുസ്ലിം സുഹൃത്തുക്കളും എന്താണ് ഇസ്ലാം എന്നോ എന്താണതെന്നോ അറിയാത്തവരാണ്. അപ്പോൾ അവർക്ക് നാളെയുള്ള പരലോകത്ത് എന്തായിരിക്കും അവരുടെ വിധി? അവരുടെ കുടുംബം അങ്ങനെ ആയതുകൊണ്ട് മാത്രമായിരിക്കണം അവർ ഹിന്ദുവായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം അല്ലാത്തവനായി ജനിച്ചത്. അപ്പോൾ അവർക്കുള്ള നാളെയുള്ള വിധി എന്തായിരിക്കും? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത അമുസ്ലിങ്ങളുടെ വിധി എന്താണ് എന്നാണ്, പരലോകത്തെ വിധി എന്താണെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. അതൊരു അമുസ്ലിം സുഹൃത്ത് ഡിസ്കവറി ചാനലിലുള്ള ഒരു ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ട് ഒരു പ്രാകൃത കാട്ടിൽ ജീവിക്കുന്ന ഒരാളെ കാണിച്ചുകൊണ്ട്, ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണം എന്നാണ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. പരലോകത്ത് ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല. വലാ യുദ്ലമൂന നഖീറ, ഒരാളോട് പോലും ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരാളോടും ഒരു അനീതിയും ചെയ്യില്ല. ആ വിചാരണ കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും, ശിക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടും അവരുടെ ശിക്ഷ എന്താണ്, എന്തുകൊണ്ടാണ് എന്ന്. അതിനുവേണ്ടിയാണ് വിചാരണ തന്നെ. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്ക് അള്ളാഹ്ക്കറിയാം, ആ കണക്കനുസരിച്ച് നമ്മളോട് സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പോകേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, അള്ളാഹു നീതിമാനാണ്. നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും. അതിനുശേഷം മാത്രമേ പരലോകത്ത് നരകമോ സ്വർഗമോ നൽകപ്പെടൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് വിചാരണ. ഞാൻ പറയുന്നത്, ഒരാൾ നരകത്തിലേക്ക് പോകുമ്പോൾ സ്വയം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് ഞാൻ നരകത്തിന് അർഹനാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മളാരും തന്നെ ഇത് എത്താത്ത ആളുകൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് പടച്ചവൻ അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഇവിടെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദിവാസിൻ്റെ കാര്യം വിടാം. നിങ്ങൾ പറയുന്ന അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ മാത്രം അമുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അവർ ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ലോകത്ത് ഈ വർത്തമാനങ്ങൾ മുഴുവനും നടക്കുന്നു, മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നു, മുസ്ലിം പള്ളികളിൽ നിന്ന് ബാങ്കൊലികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഈ പ്രഭാഷണങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നു, പ്രദേശങ്ങളിൽ ഉറക്കെ ഈ സന്ദേശം പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ചെവിട് കൊടുക്കുകയോ മനസ്സ് കൊടുക്കുകയോ ചെയ്യാതെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായൊരു കാര്യമാണോ? അവിടെ ദൈവീകമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എന്തു പറയുന്നു എന്ന് പോലും പരിശോധിക്കുവാൻ ഉള്ള സന്മനസ് കാണിക്കാതെ ഒരു തരത്തിലുള്ള അവഗണനാ മനോഭാവമായ അവോയ്ഡൻസ് എത്രത്തോളം ഒരു മനുഷ്യന് ഭൂഷണമാണ്. ഇതെല്ലാമാണ് നമ്മൾ ചോദിക്കേണ്ടത് സ്വയം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കുമുള്ള ശിക്ഷകൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അവർക്ക് അവർക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തിയത് പലപ്പോഴും അവരുടെ അവോയ്ഡൻസ് കൊണ്ട്, അവരുടെ അവഗണന കൊണ്ട് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയതും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവിടെ എല്ലാം തന്നെ അള്ളാഹു നീതിമാനാണ്, ഒരിക്കലും അനീതി ചെയ്യില്ല. ഒന്ന്. രണ്ടാമതായി ആദിവാസികളെക്കുറിച്ച് പറഞ്ഞു. ആദിവാസികൾക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ സന്ദേശം എത്തിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ആദിവാസികളെ മനസ്സിലാക്കുന്നിടത്ത് പറ്റുന്ന അബദ്ധങ്ങളാണ് ലോകത്തിൻ്റെ മുന്നിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസി സമൂഹങ്ങൾ അവരുടെ ഡ്രസ് കോഡോ അവരുടെ നമ്മുടെ സംസ്കാരം എന്ന അർത്ഥത്തിൽ നമ്മൾ വെച്ച അളവുകോലുകൾ വെച്ചുകൊണ്ട് അവരെ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ അവർ മോശമാണ് എന്നോ പ്രാകൃതരാണ് എന്നോ എന്നെല്ലാം നമുക്ക് പറയാമെങ്കിലും
അവരുടെ വിശ്വാസ കാര്യങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ വിശ്വാസത്തേക്കാൾ പെർഫെക്റ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ചിലപ്പോഴെല്ലാം. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ, ഒരു പ്രവാചകൻ്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. ഏത് ആദിവാസി സമൂഹത്തിലേക്കും ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും. ആ ദൈവദൂതന്മാർ അക്കാലഘട്ടത്തിലെ ഏതോ ഒരു കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പ്രബോധനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും. ഇപ്പം ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന പുരാതന ശിലായുഗ സംസ്കാരം ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ള സുലു വർഗ്ഗക്കാർ, ആ സുലു വർഗ്ഗക്കാരുടെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനമുണ്ടായിരുന്നു. അവർ ദൈവത്തെക്കുറിച്ച്, സ്രഷ്ടാവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന്. അവരുടെ കടയിലേക്ക് കടന്നു ചെന്ന ഒരു ഡോക്യുമെൻ്ററിസ്റ്റ്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ്, അയാൾ അവരുടെ മൂർത്തികളെ കണ്ടു. ആ മൂർത്തികളെ കണ്ടപ്പോൾ ഇതെല്ലാമാണോ സ്രഷ്ടാവ് എന്ന് ചോദിച്ചു. ആ സ്രഷ്ടാവ് എന്ന് ചോദിച്ച് അവർ പറഞ്ഞു, ഇതൊന്നുമല്ല സ്രഷ്ടാവ്. സ്രഷ്ടാവ് ആരാ? സ്രഷ്ടാവ് ഉംവലിംഗങ്കിയാണ് എന്നാണ് അവരുടെ ഉത്തരം. ഉംവലിംഗങ്കി എന്നാണ് അവരുടെ പ്രാകൃത ഭാഷയിൽ സ്രഷ്ടാവിനെ അവർ വിളിക്കുന്നത്. അപ്പോൾ ഉംവലിംഗങ്കിയാണ് അവരുടെ സ്രഷ്ടാവ്. അപ്പോൾ അവരോട് ചോദിച്ചു, എങ്കിൽ ഉംവലിംഗങ്കിയുടെ പ്രതിമ എന്താണ്? അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ഉംവലിംഗങ്കിക്ക് പ്രതിമയില്ല, അവൻ ഉങ്കുലുങ്കുലു ആണ് എന്നാണ്. എന്താണ് ഈ ഉങ്കുലുങ്കുലു എന്ന് പറഞ്ഞാൽ? ഉങ്കുലുങ്കുലു എന്ന് പറഞ്ഞാൽ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്തവൻ എന്നാണ് അർത്ഥം. യാതൊരു വസ്തുവുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്ത അസ്തിത്വമുള്ളവൻ. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്. യാതൊന്നുമായും സാദൃശ്യപ്പെടുത്താൻ, ഒന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് പടച്ചവൻ. ഈ ഒരു വിശ്വാസം ഈ ശിലായുഗ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം. പിന്നീട് കടന്നു വന്ന മൂർത്തി വിശ്വാസമെല്ലാം അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും ഈ വിശ്വാസപരമായ അടിത്തറ അവർക്കുണ്ട്. ആസ്ട്രേലിയൻ കിരാതവർഗങ്ങൾ അവരെ ദൈവസങ്കല്പം പരിശോധിച്ച് അവർ ദൈവത്തെ വിളിക്കുന്നത് അട്നാട്ടു എന്നാണ്. അട്നാട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ പ്രാകൃത ഭാഷയിൽ ഈ ദഹനവ്യൂഹമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഭക്ഷണം ആവശ്യമില്ലാത്തവൻ. ആധുനിക സമൂഹത്തിൽ പോലും ദൈവം പാല് കുടിക്കോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ ചർച്ചാ വിഷയം. നമ്മുടെ മീഡിയകളെല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളിൽപ്പെട്ട ഒന്നാണത്. നമ്മൾ വലിയ പുരോഗമിച്ച ആളുകൾ IAS-ഉം IFS-ഉം എല്ലാമുള്ള ആളുകളായിരുന്നു അതിൻ്റെ എല്ലാം പിന്നിലോടിയിരുന്നത്. അപ്പം അങ്ങനത്തെ ദൈവസങ്കല്പം നിലനിൽക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ അട്നാട്ടുവെ പരിചയപ്പെടുത്തുന്ന ആസ്ട്രേലിയൻ കിരാതവർഗങ്ങളുടെ വിശ്വാസമാണ് കുറേ കൂടി ഉത്തമം തോന്നുന്നു ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കും ദിവ്യബോധനമുണ്ടായിട്ടുണ്ട് ഏതോ തലമുറകളിൽ. അതനുസരിച്ച് അവർ പോകുന്നുണ്ടോ? അതിൻ്റെ സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പടച്ചോൻക്കാണ് അറിയാം. അറിയുന്ന പടച്ചോൻ്റേതാണ് വിചാരണ. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കെതിരെ ഏതെങ്കിലും അനീതി ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അമുസ്ലിം സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുമ്പോഴും നമ്മൾ ആദിവാസികളെക്കുറിച്ച് സങ്കടപ്പെടുമ്പോഴും നമ്മൾക്ക് ചുറ്റുമുള്ള മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് എത്തിയിട്ടില്ലല്ലോ എന്ന് ബേജാറാകുമ്പോഴുമെല്ലാം നമ്മളിങ്ങനെ ഒരു വിരലിങ്ങനെ ചൂണ്ടാണ്. ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മളെ നേരെ ചൂണ്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് എത്തിക്കേണ്ട പണി നമ്മളെയാണ് ഏൽപ്പിച്ച് പഠിച്ചവൻ. അവർക്ക് അനീതി ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ്. അള്ളാഹ് അവരോടൊന്നും അനീതി ചെയ്യൂല. പക്ഷേ നമുക്ക് യാതൊരു അധ്വാനവും ഇല്ലാതെ ഈ ആദർശം തന്നു. ഈ ആദർശം സ്വീകരിക്കുക വഴി ഒരു പ്രയാസവും നേരിടേണ്ടി വന്ന ആളുകളല്ല എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ അതോടൊപ്പം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. പക്ഷേ വമൻ്റെ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? ദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നിങ്ങൾ യുക്തിദീക്ഷയോടുകൂടി, ഹിക്മത്തോടുകൂടി, സതുപദേശത്തോടെ, നല്ല രീതിയിലുള്ള സംവാദങ്ങൾ വഴി ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുക. ഇതെല്ലാം പടച്ചവൻ്റെ കൽപ്പനയാണ്. ഇത് നമ്മളെ ഏൽപ്പിക്കുകയും നമ്മളോട് ഇത് എത്തിക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ നമ്മളത് ചെയ്യണില്ലെങ്കിൽ
തീർച്ചയായും നമ്മൾക്ക് നേരെയും അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കപ്പെടും എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകുക. നമ്മൾ ബേജാറാകേണ്ടത് അവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ പ്രസക്തമാകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഇത്തരം ആളുകളെയെല്ലാം അങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചും ഇതേപോലെയുള്ള പരിപാടികളുടെ സീഡികളും പുസ്തകങ്ങളും മറ്റ് ചർച്ചകളിലുമെല്ലാം പങ്കെടുപ്പിച്ചുമെല്ലാം ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അസ്സാം വലൈക്കും വറഹമത്തുള്ള. എൻ്റെ പേര് ജാഫർ. ഞാൻ നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പറയപ്പെടാതെ പോയ ഭാഗം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് സൗദി അറേബ്യയിലെ ഒരു വിഷയം ചോദിച്ചിരുന്നു. ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ സഹാബിമാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മറ്റു മതസ്ഥർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാനോ പറയാനോ ഉള്ള അവസരം ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ല ചരിത്ര രേഖകൾ ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മറ്റ് മതവിശ്വാസികൾ അവരുടെ മതപ്രബോധനം